നൃത്തകലാകാരൻ ഡോക്ടർ RLB രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിനെതിരെ കേരള ചിത്രകലാ പരിഷത്ത് അംഗങ്ങൾ പരുന്തുംപാറയിൽ ചിത്രം വരച്ച് വ്യത്യസ്ത പ്രതിഷേധം നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നൃത്തകലാകാരനായ ഡോക്ടർ RLB രാമകൃഷ്ണനെ നിറത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള ചിത്രകലാ പരിഷത്ത് അംഗങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രമായ പീരുമേട് പരുന്തുംപാറയിൽ ചിത്രങ്ങൾ വരച്ച് വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചത്. അറിയപ്പെടുന്ന കലാകാരനായ RLB രാമകൃഷ്ണനെ നിറം നോക്കി വിവേചിച്ചതിനെതിരെയായിരുന്നു ചിത്രകലാ പരിഷത്ത് കലാകാരന്മാരുടെ പ്രതിഷേധം. ഇത്തരത്തിലുള്ള വർണ്ണവിവേചന രീതിയിലുള്ള അധിക്ഷേപം കലാകേരളത്തിന് തന്നെ അപമാനമാണെന്ന് കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കോട്ടയ്ക്കൽ, അംഗം ശശി താനൂർ എന്നിവർ പറഞ്ഞു. ഞാൻ രാജീവ് കോട്ടയ്ക്കൽ, കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇന്നലെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞ ഒരു വാക്കിനെ പ്രതിനിധീകരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കലാകേരളത്തിൽ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായതും കലാകേരളം മൊത്തം പ്രതിഷേധിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇടുക്കി ജില്ലയിലെ ചിത്രകലാ പരിഷത്തിൻ്റെ പ്രസിഡൻറ്റും പിന്നെ കുറച്ച് കലാകാരന്മാർ കൂടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയൊരു പ്രതിഷേധ വര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശശി താനൂർ. ഞാൻ ചിത്രകലാ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഇന്നലെ നടന്ന വളരെ നീചമായ സത്യഭാമ എന്ന് പറയാം, അവർക്ക് കലാമണ്ഡലം എന്ന പേര് തന്നെ നമ്മളെ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അത്രയും അപമാനകരമായ വാക്കുകളിലൂടെ കേരളത്തെ ഞെട്ടിച്ച ആ സ്ത്രീക്കെതിരായിട്ട് ഞങ്ങളിന്ന് കുറച്ച് കലാകാരന്മാർ ഇവിടെ പരുന്തുംപാറയിൽ ഒരു ചിത്ര പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കേരള ചിത്രകലാ പരിഷത്ത് അംഗങ്ങളായ മുരളി, സജിദാസ് മോഹൻ എന്നിവരും RLB രാമകൃഷ്ണനെതിരെയുള്ള വിവേചന പരാമർശത്തിനെതിരെ നടത്തിയ ചിത്രം വരച്ചുള്ള പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ഒപ്പം പരുന്തുംപാറയിലെത്തിയ വിനോദസഞ്ചാരികൾക്കായി ഇവർ കാരിക്കേച്ചറുകളും വരച്ചു നൽകിയാണ് സംഘം പീരുമേട് പരുന്തുംപാറയിൽ നിന്നും മടങ്ങിയത്. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്